Dear students, welcome to Tech Talks. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. സ്ട്രിംഗ് റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ സി പ്രോഗ്രാം ടു ചെക്ക് ഇഫ് എ സ്ട്രിംഗ് ഈസ് എ പാലൻഡ്രോം ദാറ്റ് ഈസ് വിത്തൗട്ട് യൂസിങ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. ഒരു സ്ട്രിംഗ് അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾ കൊടുക്കുന്ന സ്ട്രിംഗ് പാലൻഡ്രോം ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. സോ എന്താണ് പാലൻഡ്രോം സ്ട്രിംഗ്? നിങ്ങൾ ഫോർവേഡ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ, ബാക്ക്വേർഡ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത് റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ സെയിം തന്നെയായിരിക്കും. അങ്ങനെയുള്ള സ്ട്രിങ്ങിനെയാണ് പാലൻഡ്രോം സ്ട്രിംഗ് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റർ. നിങ്ങൾ ഫോർവേഡ് വായിച്ചു കഴിഞ്ഞാൽ, റിവേഴ്സ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. ഒരു വേർഡ് അക്സെപ്റ്റ് ചെയ്യുക, അത് പാലൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആദ്യം അതിൻ്റെ ലോജിക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സ്ട്രിംഗ് അക്സെപ്റ്റ് ചെയ്യുക, സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറും ലാസ്റ്റ് ക്യാരക്ടറും കമ്പയർ ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ പിക്ക് ചെയ്യുക, ലാസ്റ്റ് ക്യാരക്ടർ പിക്ക് ചെയ്യുക. ഇൻഡെക്സ് പൊസിഷൻ അനുസരിച്ചാണ് പിക്ക് ചെയ്യുന്നത്. സോ ഇൻഡെക്സ് വിൽ സ്റ്റാർട്ട് ഫ്രം 0. ഇപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇൻഡെക്സ് 0. ലാസ്റ്റ് ക്യാരക്ടറോ, ആ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ലെങ്ത് -1 ആയിരിക്കും ലാസ്റ്റ് ക്യാരക്ടറിൻ്റെ പൊസിഷൻ. എന്തുകൊണ്ടാണ് ലെങ്ത് -1 എടുക്കുക? സിൻസ് ദ ഇൻഡെക്സ് സ്റ്റാർട്ട്സ് ഫ്രം 0, ലാസ്റ്റ് ക്യാരക്ടർ പൊസിഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് -1. ഇവിടെ തന്നെ ഈ ഒരു സ്ട്രിംഗ് റൊട്ടേറ്റർ, ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? 7. ഇപ്പം ലാസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 7 - 1 6. സോ ഫസ്റ്റ് ക്യാരക്ടർ പിക്ക് ചെയ്യുക, ലാസ്റ്റ് ക്യാരക്ടർ പിക്ക് ചെയ്യുക. സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. സെയിം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് പറയാം ഇത് പാലിൻഡ്രോം അല്ല. സെയിം ആണെന്നുണ്ടെങ്കിലോ, സെക്കൻഡ് ക്യാരക്ടർ പിക്ക് ചെയ്യുക, സെക്കൻഡ് ലാസ്റ്റ് ക്യാരക്ടർ പിക്ക് ചെയ്യുക, കമ്പയർ ചെയ്യുക. അപ് ടു മിഡ് പോയിന്റ് വരെ ചെക്ക് ചെയ്യണം. ഫോർവേഡ് ഡയറക്ഷനിലും റിവേഴ്സ് ഡയറക്ഷനിലും ക്യാരക്ടേഴ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ ഇത് പാലൻഡ്രോം ആണ്. പാലൻഡ്രോം ആണെന്ന് പറഞ്ഞ് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ലോജിക്. ഇനി നമ്മുടെ പ്രോഗ്രാം നോക്കാം. ഒരു ക്യാരക്ടർ അറേ എടുത്തു, str. 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, i ആൻഡ് ലെങ്ത്. അത് ലൂപ്പിന് വേണ്ടിയിട്ടാണ് ഒരു വേരിയബിൾ എടുത്തിരിക്കുന്നത് i. ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ എടുത്തു, ലെങ്ത്. സ്ട്രിംഗ് അക്സെപ്റ്റ് ചെയ്യുന്നു, ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് യൂസ് ചെയ്യാതെയാണ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ലോജിക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ദെൻ പാലൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ലൂപ്പ് യൂസ് ചെയ്യണം. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു പോകണം. ആദ്യം ഫസ്റ്റ് ക്യാരക്ടർ എടുക്കുക, അതോടൊപ്പം തന്നെ ലാസ്റ്റ് ക്യാരക്ടർ എടുക്കുക, കമ്പയർ ചെയ്യുക. സെയിം ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ക്യാരക്ടർ എടുക്കുക, അതോടൊപ്പം തന്നെ സെക്കൻഡ് ലാസ്റ്റ് ക്യാരക്ടർ എടുക്കുക, കമ്പയർ ചെയ്യുക. ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. സോ ഫോർ i is equal to 0 up to the midpoint. അതുകൊണ്ടാണ് i less than length by 2 half. Then i plus plus if string of index position I will start from 0 not equal to string last character length minus i minus 1. ഐയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് ലാസ്റ്റ് ക്യാരക്ടർ പിക്ക് ചെയ്യണം, സെക്കൻഡ് ലാസ്റ്റ് ക്യാരക്ടർ, സോ ഓൺ. സോ അതുകൊണ്ടാണ് ലെങ്ത് -i - 1. ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇൻഡെക്സ് പൊസിഷൻ ചേഞ്ച് ചെയ്യും. നോട്ട് ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. എന്തെങ്കിലും മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ദ സ്ട്രിംഗ് ഈസ് നോട്ട് എ പാലൻഡ്രോം. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. റിട്ടേൺ 0. എപ്പോഴാണോ മിസ്മാച്ച് വരുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അതിന് മുമ്പായിട്ട് സ്ട്രിംഗ് ഈസ് നോട്ട് എ പാലൻഡ്രോം എന്ന് കൂടി പ്രിന്റ് ചെയ്യും. ദെൻ മിസ്മാച്ച് വന്നില്ല എന്നുണ്ടെങ്കിലോ ഈ ഒരു ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും, ഈ ഒരു ഐറ്ററേഷൻ കണ്ടിന്യൂ ചെയ്യും. ഈ ഒരു ഫോർ ലൂപ്പ് സക്സസ്ഫുള്ളി എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ദ സ്ട്രിംഗ് ഈസ് എ പാലൻഡ്രോം. എല്ലാ കമ്പാരിസൺസും പോസിറ്റീവ് ആണ്, മാച്ചിങ് ആണ്. ഫൈനലി ഇങ്ങനെ പ്രിന്റ് ചെയ്തു, ദ സ്ട്രിംഗ് ഈസ് എ പാലൻഡ്രോം. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യാം. സ്ട്രിംഗ് കൊടുക്കുകയാണ്, മലയാളം.
ഇതൊരു പാലൻഡ്രോം ആണ്. then ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യാം. ആപ്പിൾ എന്ന് കൊടുക്കുകയാണ്. ഇത് പാലൻഡ്രോം അല്ല. ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യാം. റൊട്ടേറ്റർ കണ്ടോ, the string is a palindrome. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. write a C program to reverse a string without using string handling functions. നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാം പോലെ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ക്യാരക്ടർ എടുത്തു, ലാസ്റ്റ് ക്യാരക്ടർ എടുത്തു, അത് തമ്മിൽ കമ്പയർ ചെയ്തു. ദെൻ സെക്കൻഡ് ക്യാരക്ടർ എടുത്തു, സെക്കൻഡ് ലാസ്റ്റ് ക്യാരക്ടർ എടുത്തു, കമ്പയർ ചെയ്തു. ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ റിവേഴ്സ് ചെയ്യാനാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ. ഇപ്പം ഇവിടെ ചെയ്യേണ്ടത് ഇങ്ങനെ ക്യാരക്ടേഴ്സ് പിക്ക് ചെയ്യണം, കമ്പയർ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. പകരം സ്വാപ്പ് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ക്യാരക്ടേഴ്സ് പിക്ക് ചെയ്യുക, ദെൻ അതിനെ റിവേഴ്സ് ചെയ്യുക. യു ക്യാൻ റിവേഴ്സ് ദ ക്യാരക്ടേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ടെമ്പററി വേരിയബിൾ. അതിൻ്റെ ലോജിക്ക് നോക്കാം. ഒരു നമ്പർ അറേയാണ്. ഇവിടെ നോക്കി, ഫസ്റ്റ് നമ്പർ ടെമ്പററി വേരിയബിളിലോട്ട് മാറ്റി, ലാസ്റ്റ് നമ്പർ ഫസ്റ്റ് നമ്പറിൻ്റെ പൊസിഷനിലോട്ട് മാറ്റി, ദെൻ ടേം വേരിയബിളിലുള്ള വാല്യൂ ലാസ്റ്റ് നമ്പറാക്കി മാറ്റി. അതായത് റിവേഴ്സ് ചെയ്യുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ടെമ്പററി വേരിയബിൾ. ദെൻ സെക്കൻഡ് നമ്പർ ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് നമ്പർ സ്വാപ്പ് ചെയ്തു, റിവേഴ്സ് ചെയ്തു. നമുക്ക് ഇതേപോലെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു അറേ ക്രിയേറ്റ് ചെയ്ത് റിവേഴ്സും ചെയ്യാം. ഞാനിവിടെ ഒരു ടെമ്പററി വേരിയബിളിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് റിവേഴ്സ് ചെയ്യുന്നത്. പ്രോഗ്രാം നോക്കാം. കണ്ടോ, നേരത്തെ ചെയ്തതുപോലെ ഒരു ഫോർ ലൂപ്പ് എടുത്തു. i is equal to 0, then condition I less than length by 2, less than the midpoint, then I plus plus. then അവിടെ സ്വാപ്പ് ചെയ്യാണ് with the help of a temporary variable. ആ ഒരു ഫോർ ലൂപ്പ് എക്സിറ്റ് ആകുമ്പോൾ അറേയിൽ ഉണ്ടാകുക റിവേഴ്സ് ചെയ്ത സ്ട്രിങ് ആയിരിക്കും. എക്സിക്യൂട്ട് ചെയ്യാം. ആപ്പിൾ എന്ന് കൊടുക്കുക. കണ്ടോ, റിവേഴ്സ് ചെയ്ത് റിസൾട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്യാം. നഗെന്ന് കൊടുക്കുകയാണ്. കണ്ടോ, റിവേഴ്സ് ചെയ്തു, ഗം സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ C program to check if two strings are anagrams or not. സോ എന്താണ് anagram എന്ന് പറയുന്നത്? They are words or strings that can be rearranged to make an entirely different word or phrase. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ the words gum and mug. They are anagrams. എന്തുകൊണ്ടാണ്? They are both 3-letter words. They have the same letters but two different words. അപ്പോൾ ലെങ്ത് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം, സെയിം ക്യാരക്ടേഴ്സ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. രണ്ടും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ദേ ആർ അനഗ്രാംസ്. മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോർക്ക് ആൻഡ് റോക്ക്. ലെങ്ത് സെയിം ആണ്, സെയിം ക്യാരക്ടേഴ്സ് ആണ്, സെയിം ലെറ്റേഴ്സ് യൂസ് ചെയ്ത് ടു ഡിഫറെൻറ്റ് വേർഡ്സ്. ഇതിനെയാണ് അനഗ്രാംസ് എന്ന് പറയുക. മറ്റൊരു എക്സാമ്പിൾ നോട്ട് ആൻഡ് ടോൺ. ഇനി നമ്മുടെ ലോജിക്ക് എങ്ങനെയാണ്? ഇതിനനുസരിച്ച് പ്രോഗ്രാം എങ്ങനെ എഴുതാം? ഒരു കാര്യം ചെയ്താൽ മതി. രണ്ട് സ്ട്രിങ്സ് അക്സെപ്റ്റ് ചെയ്യുക, രണ്ട് സ്ട്രിങ്സിനെ നമുക്ക് സോർട്ട് ചെയ്യാം. നിങ്ങൾ നമ്പേഴ്സ് സോർട്ട് ചെയ്തിട്ടുണ്ട്, ബബിൾ സോർട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം രീതിയിൽ തന്നെ നമുക്ക് ക്യാരക്ടേഴ്സും സോർട്ട് ചെയ്യാം, ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്യാം. ഇപ്പോൾ ടു സ്ട്രിങ്സ് ആണ് ഗം ആൻഡ് മഗ്. ഇത് ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്യുക. ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും കിട്ടുക? GMU. രണ്ട് സ്ട്രിങ്സും സോർട്ട് ചെയ്യുക, സോർട്ട് ചെയ്തതിന് ശേഷം കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആണെന്നുണ്ടെങ്കിൽ ദേ ആർ അനഗ്രാംസ്, സെയിം അല്ല എന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് അനഗ്രാംസ്. ഇതാണ് നമ്മുടെ ലോജിക്. ഇത് പല രീതിയിൽ ചെയ്യാം.
ഇനി പ്രോഗ്രാം നോക്കാം. 2 സ്ട്രിങ്സ് അക്സെപ്റ്റ് ചെയ്യുക. ലെങ്ത് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാനിവിടെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട് ടു ചെക്ക് ദ ലെങ്ത്. ലെങ്ത് സെയിം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ പറയാം സ്ട്രിങ്സ് ആർ നോട്ട് ആനഗ്രാംസ്. നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. റിട്ടേൺ 0 അവിടെ വെച്ച് എൻഡ് ചെയ്യാം. ഇനി കമ്പയർ ചെയ്യണ്ടല്ലോ. ഇനി ലെങ്ത് സെയിം ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോർട്ട് ചെയ്യണം. നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്യാം. ബബിൾ സോർട്ട് പഠിച്ചതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ബബിൾ സോർട്ടിൻ്റെ വീഡിയോ കാണുക. നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് സോർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്ട്രിങ് സോർട്ട് ചെയ്യുക, സ്ട്രിങ് 1. ദെൻ സെക്കൻഡ് സ്ട്രിങ് സോർട്ട് ചെയ്യുക. യൂസ് അനദർ നെസ്റ്റഡ് ലൂപ്പ്. സെയിം ലൂപ്പ് തന്നെയാണ്, ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നെയിം മാത്രം മാറ്റിയാൽ മതി. str1 പകരം ഞാനിവിടെ str2 ആണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് സ്ട്രിങ്. അതിനുശേഷം കമ്പയർ ചെയ്യുക. രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് സ്ട്രിങ് കമ്പയർ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. strcmp. ഇഫ് ദ സ്ട്രിങ്സ് ആർ ഈക്വൽ ഇങ്ങനെ പ്രിന്റ് ചെയ്യാം. ദ സ്ട്രിങ്സ് ആർ anagrams. എൽസ് ദ സ്ട്രിങ്സ് ആർ നോട്ട് anagrams. ബബിൾ സോർട്ട് അറിയാമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ലോജിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്, റെഫർ ചെയ്യാം. സോ സെക്കൻഡ് മോഡ്യൂൾ കൂടി കംപ്ലീറ്റ് ആയി. മാക്സിമം പ്രോഗ്രാംസ് ചെയ്ത് നോക്കുക. മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.